പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ഡിസംബർ മാസം 26 ആമേൻ വെള്ളിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ലേ? ആ കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കഴിഞ്ഞ പകൽക്കാലം നടത്തിയ കർത്താവിന് സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. രാത്രി തന്ന നല്ല ഉറക്കത്തിനായിട്ട് ആ കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിനോട് നന്ദി പറഞ്ഞു. നന്ദിയോടെ സ്തോത്രം, 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 സ്തോത്രം. രാവിലെ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ ഉണർത്തിയത് ഓർക്കുമ്പോൾ കർത്താവിന് കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയാം, കർത്താവെ നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം. അതെ, ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്നതിന് കരമുയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. യഹോവ നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാണ്. ഒരിക്കലൂടെ പറഞ്ഞേ, കർത്താവ് നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാണ്. ഒരിക്കലൂടെ പറഞ്ഞേ, യഹോവ നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. താങ്ക് യു ഫാദർ, വി ലവ് യു ജീസസ്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. കർത്താവെ, അങ്ങ് നല്ലവൻ, അങ്ങ് വിശ്വസ്തൻ, അങ്ങ് വാക്കുമാറാത്ത ദൈവമാകിയാൽ സ്തോത്രം. 107 സങ്കീർത്തനം പറയുന്നു, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, കർത്താവ് നല്ലവനല്ലോ, കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളത്. ആ കരം ഉയർത്തി പറയാം, എൻ്റെ കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഹല്ലേലൂയ. യഹോവ വൈരിയുടെ കയ്യിൽ നിന്ന് വീണ്ടെടുക്കുകയും കിഴക്കും പടിഞ്ഞാറും വടക്കും കടലിലുള്ള ദേശങ്ങളിൽ നിന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്തവരായ കർത്താവിൻ്റെ വിമുക്തന്മാർ അങ്ങനെ പറയട്ടെ, കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളത്. കരമുയർത്തി ഒന്നുകൂടെ പറയും, 26 പ്രഭാതത്തിൽ കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഒരിക്കലൂടെ പറഞ്ഞ്, കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളത്. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, നന്ദിയോടെ സ്തോത്രം. അങ്ങ് പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം. അങ്ങ് പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദൈവമാകിയാൽ സ്തോത്രം. അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാകിയാൽ സ്തോത്രം. താങ്ക് യു ഫാദർ, വി ലവ് യു ജീസസ്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഇന്നത്തെ ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരുടെ മേലും അങ്ങയുടെ പ്രത്യേകമായ ഗ്രേസ് ഉണ്ടാകട്ടെ. ആമേൻ. താങ്ക് യു ജീസസ്. അവരുടെ ആവശ്യങ്ങൾ എന്താണോ അതിന്മേൽ ദൈവിക അത്ഭുതം ഇന്നത്തെ പകൽക്കാലം നടക്കട്ടെ. പ്രത്യേകിച്ച് രോഗത്താൽ ഭാരപ്പെടുന്നവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ശിരസ് മുതൽ ഉള്ളങ്കാൽ വരെ ദൈവിക രോഗ സൗഖ്യം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ വ്യാപരിക്കട്ടെ. ദൈവിക രോഗ സൗഖ്യം ശിരസ് മുതൽ ഉള്ളങ്കാൽ വരെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ മാനിഫെസ്റ്റ് ചെയ്യട്ടെ. എസ്പെഷ്യലി വയറിനകത്ത് ആമേൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു, ഗ്യാസ്ട്രിക് പ്രോബ്ലംസ്, വയർ എപ്പോഴും വീർത്തിരിക്കുന്ന പോലെ തോന്നുന്ന ആമേൻ ആ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവർ ഇന്ന് പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. വയറിനകത്ത് അത്ഭുത സൗഖ്യം നടക്കട്ടെ. വയറിനകത്ത് അത്ഭുത സൗഖ്യം നടക്കട്ടെ. പൂർണ്ണ സ്വാതന്ത്ര്യം, ദൈവിക സൗഖ്യം വയറിനകത്ത് സംഭവിക്കട്ടെ. അതുപോലെ കർത്താവെ, സാമ്പത്തികമായ ആവശ്യങ്ങൾ കർത്താവിൻ്റെ അത്ഭുതം നടക്കണം. കർത്താവെ, ഈ വർഷത്തിൻ്റെ അവസാനമായ ഈ ദിവസങ്ങളിൽ ആമേൻ ഒരു ദൈവിക വിടുതൽ, ഫൈനാൻഷ്യൽ ഡെലിവറൻസ് തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ആമേൻ ആമേൻ. വേണ്ടുന്ന വണ്ണം ഈ വർഷത്തെ പൂർത്തീകരിപ്പാൻ ആവശ്യമായ ഗ്രേസ് തൻ്റെ മക്കൾക്ക് കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. അതിനുള്ള കൃപ കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. സാമ്പത്തികമായ അനുഗ്രഹങ്ങൾ ഈ വർഷം ആവശ്യമായ നിറവ് കർത്താവ് കൊടുക്കണമേ. ആമേൻ. അത് വേണ്ടുന്ന വണ്ണം കർത്താവെ അത് ഈ വർഷം പൂർത്തീകരിപ്പാൻ കർത്താവ് സഹായിക്കുന്നതിന് സ്തോത്രം. ഈ പ്രഭാതത്തിൽ കർത്താവെ, ജോലിയില്ലാത്തവരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഈ വർഷം തീരുന്നതിന് മുമ്പ് അവർ ജോലിയിൽ പ്രവേശിക്കുവാൻ കർത്താവ് സഹായിക്കണം. അതുപോലെ കർത്താവെ, പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം. വിവാഹപ്രായമായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായിട്ട് അതിനുള്ള വഴികൾ തുറക്കുന്നതിന് സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ വെള്ളിയാഴ്ച ഈ വർഷത്തിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ചയാണല്ലോ. അപ്പോൾ ഇന്ന് മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന സഭായോഗങ്ങളെല്ലാം അനുഗ്രഹപൂർണ്ണമായി തീരട്ടെ. അവൻ നിറവിൻ്റെ ദിവസമായി മാറട്ടെ. ഒരു നിറവിൻ്റെ വെള്ളിയായി യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം. കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ അനുഗ്രഹിക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവത്തിൻ്റെ കൃപ നിങ്ങളെല്ലാവരുടെയും ജീവിതത്തിൽ നിറഞ്ഞു കവിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഇന്ത്യൻ സമയം 8 മണിയോടുകൂടെ നമ്മുടെ സഭായോഗം ആരംഭിക്കും. ഈ വർഷത്തെ ലാസ്റ്റ് സഭായോഗമാണ്. പ്രാർത്ഥനയോടുകൂടെ അതിൽ പങ്കെടുക്കുക.
എബനേസർ ഫ്രൈഡേ എന്നാണ് ഈ വെള്ളിയാഴ്ചയ്ക്ക് പേരിട്ടിരിക്കുന്നത്. യഹോവ നമ്മളെ ഇത്രത്തോളം സഹായിച്ചു. അതുകൊണ്ട് ആ കർത്താവിന് സന്തോഷത്തോടെ സ്തോത്രം പറയണം. പിന്നെ ഞായർ, തിങ്കൾ, ചൊവ്വ 3 ദിവസം നമുക്ക് ഈ വർഷത്തിൻ്റെ അവസാന ദിവസങ്ങളാണല്ലോ, ഉപവാസ പ്രാർത്ഥനയാണ്. ബുധനാഴ്ച രാത്രിയിൽ കർത്താവ് അനുവദിച്ചാൽ ന്യൂ ഇയർ സർവീസും പ്രാർത്ഥനയോടുകൂടെ എല്ലാ മീറ്റിങ്ങുകളിലും പങ്കെടുക്കുക. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓർക്കുമ്പോൾ ഈ മീറ്റിങ്ങുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 30-ാമത്തെ വാക്യം, അവൻ വളരണം ഞാനോ കുറയണം എന്ന് ഉത്തരം പറഞ്ഞു. യോഹന്നാൻ സ്നാപകൻ്റെ വാക്കുകളാണ് അവൻ വളരണം ഞാനോ കുറയണം എന്ന് പറഞ്ഞത്. ഈ ക്രിസ്തുമസ് ഇന്നലെ സെലിബ്രേറ്റ് ചെയ്തു. ഇന്നലെ നമ്മൾ പറഞ്ഞു ക്രിസ്തു നമ്മളിൽ ഉരുവാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യം. ആമേൻ. യേശു അന്ന് ബേത്ലഹേമിൽ ജനിച്ചു എങ്കിലും ആമേൻ ഇന്ന് നമ്മുടെ ഉള്ളിൽ ജനിക്കുമ്പോഴാണ് ആ ക്രിസ്തു ജനിച്ചതിൻ്റെതായ ആ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ആമേൻ ജനിക്കണം. ജനിച്ചാൽ മാത്രം പോരാ, ആമേൻ ജനിച്ച ക്രിസ്തു നമ്മളിൽ വളർന്നുകൊണ്ടിരിക്കണം. നമ്മൾ കുറഞ്ഞുകൊണ്ടിരിക്കണം, ക്രിസ്തു നമ്മളിൽ വളർന്നുകൊണ്ടിരിക്കണം. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൽ 19-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലൻ പറഞ്ഞു, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നവരായ എൻ്റെ കുഞ്ഞുങ്ങൾ. അപ്പോൾ ക്രിസ്തു ഉരുവാകണം. ഉരുവായ ക്രിസ്തു എന്ത് ചെയ്യണം? നമ്മളിങ്ങനെ വളർന്നുകൊണ്ടിരിക്കണം. ആമേൻ. നമ്മുടെ ഉള്ളിൽ ആമേൻ വളരണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ക്രിസ്തുവിന് വളരുവാൻ നമ്മൾ ചാൻസ് കൊടുക്കണം, അല്ലെങ്കിൽ ക്രിസ്തുവിന് വളരുവാനുള്ള അവസരത്തെ നമ്മൾ കൊടുക്കണം. ആമേൻ. ഈ ക്രിസ്തു നമ്മളിൽ വളരുന്നതനുസരിച്ച് നമ്മുടെ അകത്ത് നിന്ന് പുറത്തോട്ട് ക്രൈസ്റ്റ് മാനിഫെസ്റ്റേഷൻ സംഭവിക്കാൻ തുടങ്ങും. ക്രിസ്തു നമ്മളിൽ നിന്ന് മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങും. ഹല്ലേലൂയ. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? ക്രിസ്തുവിനെ വളരുവാൻ അനുവദിച്ചെങ്കിൽ മാത്രമേ ആമേൻ മാനിഫെസ്റ്റേഷൻ സംഭവിക്കത്തുള്ളൂ. അപ്പോൾ ആ സമയത്ത്, ആ വളർച്ച പ്രാപിക്കേണ്ട സമയത്ത് നമുക്ക് എന്തൊക്കെ വേണം? അപ്പോൾ ഒരു കുഞ്ഞ് വളരുമ്പോൾ ആ കുഞ്ഞിന് വേണ്ടതുപോലെ സ്പിരിച്വൽ പേരൻസ് നമുക്ക് വേണം. അതായത് ആമേൻ നമ്മളിൽ ഉരുവായ ക്രിസ്തുവിനെ വളർത്തുവാൻ നമ്മൾക്ക് ആരുടെ ആവശ്യമുണ്ട്? ആമേൻ സ്പിരിച്വൽ പേരൻസിൻ്റെ ആവശ്യമുണ്ട്. ആമേൻ. അതുപോലെ ആ സമയത്ത് നമ്മളെ വേണ്ടുന്ന ഉപദേശങ്ങൾ തന്ന് വളർത്തുവാനും ശത്രുവിൻ്റെ കയ്യിൽ നമ്മൾ പെട്ടുപോകാതെ നമ്മളെ മറച്ചു കൊണ്ടുപോകാനും ആമേൻ അതിന് നമുക്ക് ആത്മീകമായ ആമേൻ കവറേജുകൾ നമുക്ക് ആവശ്യമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രോപ്പറായിട്ടുണ്ടാകുമ്പോൾ എന്തു പറ്റും? നമ്മളിൽ ക്രിസ്തു വളരുവാൻ തുടങ്ങും. ക്രിസ്തു വളരുന്നതനുസരിച്ച് നമ്മുടെ ലൈഫിലെ എല്ലാത്തിനകത്തും മാറ്റം വരാൻ തുടങ്ങും. അപ്പോൾ ഇന്ന് പ്രഭാതത്തിൽ ഒന്നോർത്ത് നോക്കിക്കേ. ആമേൻ. നമ്മുടെ വാക്കുകൾക്ക് വ്യത്യാസം വരും, നമ്മുടെ റിയാക്ഷൻസിനകത്ത് വ്യത്യാസം വരും, നമ്മുടെ തീരുമാനങ്ങൾക്കകത്ത് വ്യത്യാസം വരും, നമ്മുടെ ബന്ധങ്ങൾക്കകത്ത് വ്യത്യാസം വരും ക്രിസ്തു വളരുന്നതനുസരിച്ച്. അപ്പോൾ അതും എന്തായിരിക്കും? ക്രൈസ്റ്റ് സെൻറ്റേഡ് ആയിരിക്കും. നമ്മളിൽ നിന്ന് വരുന്നതെല്ലാം ക്രിസ്തുവിനെ ഫോക്കസ് ചെയ്ത് ഉള്ള ബന്ധങ്ങളായിരിക്കും പിന്നീട് മുൻപോട്ട് പോകുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചിരിക്കുന്നു. ഇരുട്ടത്ത് മെഴുകുതിരി കത്തിച്ചു വെച്ചിരിക്കുമ്പോൾ അവിടെ പ്രകാശമാണ്. എന്നാൽ സൂര്യൻ ഉദിച്ച് പൊങ്ങി വരും തോറും മെഴുകുതിരിയുടെ പ്രകാശം പോയെന്നല്ല, പക്ഷേ മെഴുകുതിരിയുടെ പ്രകാശത്തെക്കാളും മുകളിൽ എന്ത് വരും? സൂര്യൻ്റെ വെളിച്ചം വരും. ഇതുപോലെ ആയിരിക്കണം ക്രിസ്തു നമ്മളിൽ വളരും തോറും നമ്മൾ കുറഞ്ഞു വരണം. എന്ന് വെച്ചാൽ നമ്മളില്ലാതാകുന്നല്ല, നമ്മുടെ ആഗ്രഹങ്ങൾ കുറഞ്ഞു, ക്രിസ്തുവിൻ്റെ ആഗ്രഹങ്ങൾ നമ്മൾ വെളിപ്പെട്ടു. നമ്മുടെ വാക്കുകൾ കുറഞ്ഞു, ക്രിസ്തുവിൻ്റെ വാക്കുകൾ നമ്മളിലൂടെ വെളിപ്പെടാൻ തുടങ്ങി. നമ്മുടെ തീരുമാനങ്ങൾ മാറി ക്രിസ്തുവിൻ്റെ തീരുമാനങ്ങൾ നമ്മളിലൂടെ വരുവാൻ അല്ലെങ്കിൽ വെളിപ്പെടുവാൻ തുടങ്ങും. അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റാണ്. ഈ ക്രിസ്തുമസിൻ്റെ ഈ ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരെ, നമ്മളിൽ ക്രിസ്തു ഒന്ന് വളരട്ടെ. ആമേൻ. നമ്മളിൽ ഉരുവായ ആ ക്രിസ്തു നമ്മളിലൂടെ വളർന്ന് ലോകം നമ്മളിലൂടെ ക്രിസ്തുവിനെ കാണുവാൻ ഇടവരട്ടെ. അതായിരിക്കണം നമ്മുടെ ആഗ്രഹം. ഹല്ലേലൂയ. സ്തോത്രം. ഒരു കാലത്ത് നമുക്ക് ഇങ്ങനെ പലരുടെ അനുഭവങ്ങളുണ്ട്. ഒരു കാലത്ത് നമ്മളിരുന്ന് പ്രാർത്ഥിക്കും, കർത്താവേ ഇന്ന പോലെ എന്നെ അനുഗ്രഹിക്കണമേ, എൻ്റെ കാര്യങ്ങളിൽ ആമേൻ അങ്ങ് അത്ഭുതം ചെയ്യണമേ, കർത്താവ് ഇതാണ് എൻ്റെ പദ്ധതി, ഇതങ്ങ് നടത്തി തരണമേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നൊരു കാലമുണ്ട്. എന്നാൽ പിന്നീട് നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങും, എന്താണ്? കർത്താവേ എൻ്റെ പ്ലാനുകളല്ല, കർത്താവേ എൻ്റെ പ്ലാനുകളല്ല, നിൻ്റെ പ്ലാനുകൾ എന്നിൽ നടക്കട്ടെ. ആമേൻ. ആമേൻ. കർത്താവേ നിൻ്റെ ഹിതം എന്നിൽ നടക്കട്ടെ. ആമേൻ. കർത്താവേ നിൻ്റെ പദ്ധതി പോലെ എൻ്റെ ജീവിതത്തിൽ നടക്കട്ടെ എന്ന് പറയാം. അതെപ്പോഴാണ്? ക്രിസ്തു നമ്മളിൽ വളരുമ്പോഴാണ്. അതിനു മുമ്പെല്ലാം നമ്മൾ പറയും, കർത്താവേ ഇതാണ് എൻ്റെ പ്ലാൻ, ഇത് നടക്കട്ടെ എന്ന് നമ്മൾ പറയും. പക്ഷേ ക്രിസ്തു നമ്മളിൽ വളരുവാൻ തുടങ്ങുമ്പോൾ നമ്മൾ നമ്മുടെ പദ്ധതികളെ മാറ്റിവെച്ച് ദൈവിക പദ്ധതികൾക്കായിട്ട് സമയം മാറ്റിവെക്കും. ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിച്ചാട്ടെ. ആമേൻ. കർത്താവേ അങ്ങ് എന്നിലൂടെ
അങ്ങയെ മാനിഫെസ്റ്റ് ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. അപ്പം ക്രിസ്തു നമ്മളോട് വളരാൻ തുടങ്ങുമ്പോൾ നമ്മുടെ നിരാശ മാറി, നമ്മുടെ ടെൻഷൻസ് കുറയാൻ തുടങ്ങി. ആമേൻ. നമുക്ക് ഡയറക്ഷൻ ക്ലിയർ ആകും. ആമേൻ. ഭയങ്കര ഇമ്പാക്റ്റ് നമുക്ക് ഭൂമിയിൽ ഉണ്ടാക്കാൻ കഴിയും. ഭയങ്കര സമാധാനവും ആമേൻ ഭയങ്കര ആശ്വാസവും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുവാൻ തുടങ്ങും. ആമേൻ. നമ്മുടെ കരങ്ങളെ ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ആമേൻ അങ്ങയുടെ ചിന്തകൾ എന്നിൽ വർദ്ധിക്കട്ടെ, അങ്ങയുടെ വാക്കുകൾ എന്നിലൂടെ പുറപ്പെടട്ടെ, അങ്ങയുടെ ആക്ഷൻസുകൾ എന്നിൽ നിന്ന് പുറപ്പെടട്ടെ. ഞാൻ എന്നിലുള്ളതിനെ മുഴുവനും അങ്ങയുടെ കാൽക്കൽ വെക്കുന്നു. എന്നിലുള്ള പ്രൈഡ്, എന്നിലുള്ള ഫിയർ, ആമേൻ, എന്നിലുള്ള ഞാൻ എന്ന ഭാവം, ഇതെല്ലാം ഞാൻ അങ്ങിൽ കാൽക്കൽ വെക്കുന്നു. ഹല്ലേലൂയ. അങ്ങയുടെ നാമം എന്നിലൂടെ ഉയരട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അവൻ വളരണം, ഞാൻ കുറയണം. അങ്ങനെ വരുമ്പോഴേ യേശുവിന് നമ്മളിലൂടെ വെളിപ്പെടാൻ കഴിയുള്ളൂ. കർത്താവ് നമ്മളെ ഈ വചനത്താൽ അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരികയും വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.